മലഞ്ചെരുവിൽ പുൽക്കൂട്ടങ്ങൾക്കിടയിൽ അലയുന്ന മാൻകൂട്ടങ്ങൾ, മരക്കൊമ്പുകളിൽ നിന്ന് കൊമ്പുകളിലേക്ക് ചിലച്ചുകൊണ്ട് പറക്കുന്ന പക്ഷിക്കൂട്ടങ്ങൾ, പലതരം പൂക്കൾ, മരത്തിൽ കയറി നിന്ന് നമ്മെ നോക്കി പല്ലിളിച്ചു കാട്ടുന്ന സിംഹവാലനും കരിങ്കുരങ്ങും കുരങ്ങുകളും, ഗുഹാമുഖത്തു നിന്നും ഗർജിച്ചെത്തുന്ന സിംഹവും കടുവയും കാട്ടിലല്ല, നിങ്ങളുടെ തൊട്ട് കൺമുൻപിൽ. ഈ കാഴ്ചകളെല്ലാം നിങ്ങളെ അത്ഭുതം കൊള്ളിക്കുമോ? എന്നാൽ സ്വപ്നമൊന്നുമല്ല. ജനുവരിയിൽ തൃശ്ശൂരിൽ നിന്ന് 14 കിലോമീറ്റർ മാത്രം അകലെ പുത്തൂരിൽ ഇതിൽ പാതി കാഴ്ചകൾ നിങ്ങളുടെ കാഴ്ചയെ കേൾവിയെ കീഴടക്കും. അതെ, പുത്തൂർ സുവോളജിക്കൽ പാർക്ക് ജനുവരിയിൽ നിങ്ങൾക്കായി തുറക്കുകയാണ്. വയനാടിനെ വിറപ്പിച്ച വൈഗ എന്ന കടുവ ചന്ദനക്കുന്നിലെ പ്രത്യേക അറയിൽ നിന്ന് പാർക്കിലേക്കുള്ള തൻ്റെ പ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ്. പാർക്കിലെ ആദ്യ അതിഥിയാകും അവൾ. പിന്നാലെ ദുർഗ അവൾക്ക് കൂട്ടായെത്തും. ഇവർക്ക് പിന്നാലെ ചെറുപക്ഷികൾ പാർക്കിൽ ചേക്കേറാനെത്തും. 15 മുതൽ 20 വരെ വൈവിധ്യമുള്ള പക്ഷിവർഗങ്ങളാകും ആദ്യമെത്തുക. പിന്നാലെ മാനും കാട്ടുപോത്തും പോലുള്ളവ പാർക്കിലെത്തും. നവംബറോടെ 25ലേറെ കൂടുകളുടെ അന്തിമ മിനുക്കുപണികൾ പൂർത്തിയാകും. പിന്നാലെ പാർക്കിലേക്ക് എത്തുന്ന മൃഗങ്ങളെ സ്ഥലത്തെത്തിച്ച് ക്വാറന്റൈൻ ആരംഭിക്കും. നിലവിൽ ഒരു ക്യൂറേറ്ററുടെ നേതൃത്വത്തിലാണ് പുതിയ വാസസ്ഥാനത്തെത്തുന്ന മൃഗങ്ങളെ നിരീക്ഷിക്കുന്നത്. കൂടുതൽ മൃഗങ്ങളും പക്ഷികളും എത്തുന്നതോടെ കൂടുതൽ ക്യൂറേറ്റർമാരുടെ സേവനം തേടും. 6 മാസം കൊണ്ട് മൃഗങ്ങളെയെല്ലാം മാറ്റാനാണ് ആലോചിക്കുന്നത്. എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും 30 മുതൽ 40 ദിവസം പാർക്കിന് സമീപമുള്ള കൂട്ടിൽ ഏകാന്തവാസം ഉണ്ടാകും. എത്തുന്നവയ്ക്ക് നിലവിലെ അന്തരീക്ഷവുമായി ഇഴുകിച്ചേരാൻ കൂടുതൽ സമയം അനുവദിക്കുക, അവയിൽ നിന്ന് മറ്റുള്ളവയ്ക്ക് രോഗങ്ങൾ പകരാതിരിക്കാൻ കൂടുതൽ നിരീക്ഷണത്തിന് അവസരമൊരുക്കുക എന്നിവയാണ് ഏകാന്തവാസത്തിൻ്റെ ലക്ഷ്യം. മൃഗങ്ങൾക്കും പക്ഷികൾക്കും സ്വാഭാവിക ആവാസ വ്യവസ്ഥയോട് ചേരുന്ന അന്തരീക്ഷത്തിൽ ഏറെ സമയവും ചെലവഴിക്കാനാവുന്ന രീതിയിലാണ് കൂടുകളും ചുറ്റുവട്ടവും ഒരുക്കുന്നത്. അതിനാൽ പലപ്പോഴും മലഞ്ചെരുവുകളും പുല്ലും പൂന്തോട്ടവും മരങ്ങളുമെല്ലാം പാർക്കിലെത്തുന്ന സന്ദർശകർക്കും നവ്യാനുഭവം പകരും. പാർക്കിൻ്റെ കൂടുതൽ വിശേഷങ്ങളടങ്ങുന്ന പുതിയ വീഡിയോയുമായി എത്തും വരെ ലൂംസിൻ്റെ രസച്ചരട് വിടാതെ കാത്തിരിക്കുക.